ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ സ്ലാബ് എന്നുള്ള പോർഷൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ടു വേ സ്ലാബ്? അപ്പോൾ ടു വേ സ്ലാബ് നമ്മൾ എങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞു, LY/LX, അതായത് ലോങ്ങസ്റ്റ് സ്പാൻ ബൈ ഷോർട്ടസ്റ്റ് സ്പാൻ ലെസ് ദാൻ ഈക്വൽ ടു 2 ആയിരിക്കണം ടു വേ സ്ലാബിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ എത്രയാണ് നോക്കൂ, ഇവിടെ വരുന്നത് 5/3, that is 1.67, which is less than 2. So according to criteria, this is the two-way slab. Okay. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ A, 3 meter by 5 meter. Okay. Next question, which of the following is not an example of two-way slab? അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഫ്ലാറ്റ് സ്ലാബ്, ബാഫർ സ്ലാബ് ആൻഡ് ഛജ്ജ സ്ലാബ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഛജ്ജ സ്ലാബാണ്. ഓക്കെ. In how many directions the crank is provided in a two-way slab? അപ്പോൾ ക്രാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 4 ഡയറക്ഷൻസിലാണ്. ഓക്കെ. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, 4 ആണ്. The slab which is directly connected with the column is called. അപ്പം സ്ലാബ് ഡയറക്റ്റ്ലി വിത്തൗട്ട് ബീം ഡയറക്റ്റ്ലി കോളത്തിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പ് സ്ലാബിന് നമ്മൾ എന്താണ് പറയുക? ഫ്ലാറ്റ് സ്ലാബ്സ് ആണ് പറയുക. ഓക്കെ. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഫ്ലാറ്റ് സ്ലാബാണ്. Which of the following is the basic value of effective depth ratio for control of deflection for cantilever slabs? Cantilever slabs എത്രയാണ് വരുന്നത്? 7 ആണ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ കാൻറ്റിലിവർ സ്ലാബിൻ്റെ കേസിൽ 7, സിംപ്ലി സപ്പോർട്ടഡിൻ്റെ കേസിൽ 20, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് 26 ആണ് വരുന്നത്. ഓക്കെ. Next question, what is the value of minimum mild steel reinforcement provided in either direction while designing slab? Okay, minimum mild steel reinforcement mild steel ആണ്. അപ്പോൾ എത്രയാണ്? നോട്ട് ലെസ് ദാൻ 0.15% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ. HYSD ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ 0.12% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, നോട്ട് ലെസ് ദാൻ 0.15% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ. Next question, which of the following is correct spacing of bars between parallel main reinforcement bars in slab design? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, 300 mm ആണ്. ഓക്കെ. Next question, which of the following equation is used to calculate the effective depth in the design of slab? അപ്പോൾ effective depth calculate ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? 0.36 XU max by D into 1 minus 0.42 XU max by D into BD square CK. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, which of the following equation is used to calculate the area of steel or reinforcement in the design of slab? Answer to end the option C, 0.87 Fy AST D into 1 minus Fy AST by BD FCK. Okay.
Which of the following equation is used to determine the nominal shear stress in the design of slab? Design of slab nominal shear stress എങ്ങനെയാണ്? ഓപ്ഷൻ ടി VU/BD ആണ്. ഓക്കെ. Which of the following is used to determine the L0 in the equation to check development length at the ends? അത് ഏതാണ് equation? LS/2 minus X dash. Okay. What is the horizontal distance of spacing between the reinforcement bars of 80 mm thickness slab? അപ്പോൾ അക്കോർഡിംഗ് ടു കോഡൽ പ്രൊവിഷൻ ദ സ്പേസിംഗ് എന്ന് പറയുന്നത് 3 ഇൻറ്റു തിക്നെസ് ഓഫ് സ്ലാബ് ആണ്, ഓർ 300 mm വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ ഹെൻസ് സ്പേസിംഗ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 80 mm. സോ 3 ഇൻറ്റു 80 ദറ്റ് ഈസ് 240 mm. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി 240 mm ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായിട്ടുണ്ടാകും, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.